കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ. ഏതായിരുന്നു ഇക്വേഷൻ? d∅ ഈക്വൽസ് വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഡൈപോളിലേക്ക് കടന്നു. എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ? എ പെയർ ഓഫ് equal and opposite charges separated by a small distance. ആ സ്മോൾ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്. ദെൻ ഡൈപോൾ മൊമെൻറ്റിലേക്ക് കടന്നു. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഓർക്കണേ. വെക്റ്റർ പി ഈക്വൽസ് ക്യൂ ഇൻറ്റു വെക്റ്റർ 2a. അതിനുശേഷം ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ നമ്മൾ ഒരു ഡെറിവേഷൻ പഠിച്ചുള്ളൂ. ഏതായിരുന്നു? ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ. അതെന്തായാലും നമുക്ക് കിട്ടിയത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുവാണെങ്കിൽ E ഈക്വൽസ് 1/4πε0 2p ഡിവൈഡഡ് ബൈ r³. വെക്റ്റർ ഫോം ആണെങ്കിൽ വെക്റ്റർ E ഈക്വൽസ് 1/4πε0 2 ഇൻറ്റു വെക്റ്റർ p ഡിവൈഡഡ് ബൈ r³. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡിറക്ഷൻ, അതായത് മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്ക്. ഇന്ന് നമുക്ക് ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ ഇക്വറ്റോറിയൽ ലൈൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് നമ്മുടെ പോയിൻ്റ് ഇരിക്കുന്നത്. ആ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ ആദ്യം കൺസിഡർ ചെയ്യാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് ചാർജ് ഉണ്ടായിരിക്കും, ഒരു പ്ലസ് ചാർജും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വരയ്ക്കാം ഒരു മൈനസ് ചാർജ് മൈനസ് ക്യൂ. ദെൻ ഒരു പ്ലസ് ചാർജ് ഉണ്ട് പ്ലസ് ക്യൂ. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണല്ലോ. ഈ ഡൈപോളിന് പേര് കൊടുക്കാം AB. ഇനി O ആണ് സെൻറ്റർ ഓഫ് ദ ഡൈപോൾ എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഡൈപോളിൻ്റെ സെൻറ്റർ O. ഡൈപോൾ ലെങ്ത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2a. അപ്പോൾ ഹാഫ് ലെങ്ത്ത് AO സ്മോൾ a ആയിരിക്കും. ഈ ഹാഫ് ലെങ്ത്ത് OBയും എന്തായിരിക്കും? സ്മോൾ a. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു പോയിന്റിലാണ് നമ്മുടെ പോയിൻ്റ് സി ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് സി എന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്ന പോയിൻ്റ് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ രണ്ട് രീതിയിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. പ്ലസ് ക്യൂ ചാർജ് മൂലം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ട്, മൈനസ് ക്യൂ ചാർജ് മൂലം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്കറിയാം മൈനസ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? മൈനസ് ചാർജിലേക്ക്. അപ്പോൾ നമുക്ക് വരയ്ക്കാം മൈനസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഡിറക്ഷൻ കൊടുക്കാം. ഇതാണ് മൈനസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം E മൈനസ് ക്യൂ. ഇനി പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പ്ലസ് ചാർജ് ആണ്. എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഔട്ട്വേർഡ് ഡിറക്ഷനിലേക്കായിരിക്കും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്യുന്നത്. പ്ലസ് ചാർജിൽ നിന്ന് ഔട്ട്വേർഡ് ഡിറക്ഷൻ, ദറ്റ് ഈസ് E പ്ലസ് ക്യൂ. മനസ്സിലായല്ലോ? മൈനസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആ മൈനസ് ചാർജിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഔട്ട്വേർഡ് ഡിറക്ഷൻ. ഹിയർ ദിസ് ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ. സിമിലർലി ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും തീറ്റ തന്നെയാണ്. അപ്പോൾ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും E പ്ലസ് ക്യൂ ആൻഡ് E മൈനസ് ക്യൂ ഇൻക്ലൈൻ ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് വെക്ടറിനെ റിസോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ E പ്ലസ് ക്യൂവിനെയും E മൈനസ് ക്യൂവിനെയും നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട്, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യാം? വേർതിരിക്കാം.
അപ്പോൾ നോക്കൂ, ഈ പ്ലസ് ക്യൂവിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ആക്സിസിൻ്റെ അതേ ഡിറക്ഷനിലും, അനദർ കമ്പോണൻ്റ് എങ്ങനെയായിരിക്കും, ആ പെർപെൻഡിക്കുലർ ഡിറക്ഷൻ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആവുമ്പോൾ ഉറപ്പായിട്ടും ദിസ് ആംഗിൾ എന്ത് തന്നെയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ ഈ ആക്സിയൽ കമ്പോണൻറ്റിന് നമുക്ക് പേര് കൊടുക്കാം ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റിന് പേര് കൊടുക്കാം ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. കിട്ടിയല്ലോ. ഇതിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത് നോക്കുക, ഈ ആംഗിൾ എന്ത് തന്നെയാണ്, തീറ്റ തന്നെയാണ്. ഇനി നമുക്ക് ഈ മൈനസ് ക്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള കമ്പോണൻറ്റ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കലായിട്ടുള്ള കമ്പോണൻറ്റ് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഫിഗർ ക്ലിയർ ആയല്ലോ. നമുക്കിനി ഇക്വേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് സി എന്താണെന്ന് നോക്കാം. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇ പ്ലസ് ക്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു പോയിൻ്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ, 1/4πε0 ആ ചാർജ് ഡിവൈഡഡ് ബൈ ആ പോയിൻറ്റും ചാർജും തമ്മിലുള്ള അകലം ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, 1/4πε0 പ്ലസ് ചാർജ് അല്ല നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള അകലം. അതിപ്പോൾ നമുക്ക് തൽക്കാലം ബി സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുക്കാം ബി സി സ്ക്വയർ. ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യാം, ഇതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, പ്ലസ് ചാർജിൽ നിന്ന് പുറത്തേക്കാണല്ലോ. അപ്പോൾ നമുക്ക് കൊടുക്കാം ഇറ്റ് ഈസ് ഡിറക്റ്റഡ് എലോങ് ബി സി. നൗ മൈനസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്താണെന്ന് നോക്കാം. ഈ മൈനസ് ക്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള അകലം മൈനസ് ക്യൂവും സിയും തമ്മിലുള്ള അകലം. അതിന് നമ്മൾ പേരെന്താ കൊടുക്കുന്നത്, എ സി. അപ്പോൾ എ സി സ്ക്വയർ. അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്, മൈനസ് ചാർജിലേക്കാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എലോങ് സി എ. ദെൻ ആ ഫിഗറിലേക്ക് ഒന്നും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. ഈ എ സി എന്ന് പറയുന്ന ഈ ഇതൊരു നമ്മൾ എ ബി സി എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ സൈഡും അതേമാതിരി ഈ സൈഡും എങ്ങനെയാണ്, ഈക്വലാണ് അല്ലേ. അപ്പോൾ എ സി ദറ്റ് ഈസ് ഈക്വൽ ടു ബി സി ആണ്. അപ്പോൾ അതിന് ഫലമായിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ദാ ഇവിടെ ബി സി വരുന്നുണ്ട്, ഇവിടെ എ സി ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. അപ്പോൾ ഇ പ്ലസ് ക്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് ക്യൂ ആണല്ലോ. അപ്പോൾ ഇനി ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ കമ്പോണൻസ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ, അതെ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇ മൈനസ് ക്യൂ. കേട്ടോ, ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ ഈക്വൽ ആണ്. പിന്നെ കൂടെയുള്ള കക്ഷി ആരാണ്, സൈൻ തീറ്റ, അതും സെയിം. അതിൻ്റെ അർത്ഥം ഈ രണ്ട് കമ്പോണൻസും സെയിം തന്നെയാണ്, ഈക്വൽ ആണ്. പക്ഷേ അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ദാ ഒരാൾ അപ്വേർഡ് ഡിറക്ഷനും മറ്റേ ആളെങ്ങനെയാണ്, ഡൗൺവേർഡ് ഡിറക്ഷനും. അപ്പോൾ നമ്മൾ അതിൻ്റെ സം എടുത്താൽ, റിസൾട്ടൻ്റ് എടുത്താൽ, ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, 0 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം വെർട്ടിക്കൽ കമ്പോണൻസ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. മനസ്സിലായല്ലോ. ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയും ഈ മൈനസ് ക്യൂ സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വരുന്നത്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അത് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആകെ ഈ രണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രം. അപ്പോൾ therefore total intensity at C that is equal to E equals E plus Q cos theta plus E minus Q cos theta. നമ്മൾ പറഞ്ഞു ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവും ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഇ ദറ്റ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ.
ആണല്ലോ. ഈ മൈനസ് ക്യൂ തന്നെയാണ് ഈ പ്ലസ് ക്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോക്കൂ, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2e പ്ലസ് ക്യൂ കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ ഈ പ്ലസ് ക്യൂ എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ഈ പ്ലസ് ക്യൂ ഈക്വൽസ് 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ. ഇനി നമുക്ക് വേണ്ട മറ്റൊരു ഫാക്ടറാണ് കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്താണെന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ ബി ഒ സി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബി ഒ സി. അതിൽ നിന്ന് കോസ് തീറ്റ എന്തായിരിക്കും നോക്കിക്കേ. ട്രയാങ്കിൾ ബി ഒ സി എന്ന് പറഞ്ഞ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അവിടെ തീറ്റ, ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. കൊസൈൻ ഫംഗ്ഷൻ ഓർമ്മയുണ്ടാവില്ല. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്ന ഒ ബി ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? എ ആണ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ബി സി. അപ്പോൾ കോസ് തീറ്റ എന്താണെന്നും കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് E that is equal to 2 into ഈ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ 1/4πε0 ഈ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ ആയിരുന്നല്ലോ. കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു എ ഡിവൈഡഡ് ബൈ ബി സി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. E that is equal to 2 into 1/4πε0 QA ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ ഇൻറ്റു ബി സി എന്ന് വരുമ്പോൾ ബി സി ക്യൂബ്. ഇവിടെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ചെയ്യണം, ആ ബി സി വാല്യൂ എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. ആ ബി സി വാല്യൂ നമുക്ക് സെയിം ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ഫ്രം ട്രയാങ്കിൾ ബി ഒ സി. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് കൊടുക്കാം ബി സി സ്ക്വയർ. ബി സി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. ദർഫോർ ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ സി സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ. ദാറ്റ് ഈസ് ബി ഈക്വൽസ് റൂട്ട് ഓഫ് ഒ സി. ഒ സി എന്താണ്? ആർ. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് ഒ ബി. ഒ ബി എന്താ? എ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സ്ക്വയർ റൂട്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യും, ഇങ്ങനെ സിമ്പിൾ യൂസ് ചെയ്യാറില്ലേ, ഓൾ റേസ് ടു 1/2. അപ്പോൾ ബി സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുന്നത്? അപ്പോൾ ഇ that is equal to എങ്ങനെ വരുന്നത്? 2 into 1/4πε0 QA ഡിവൈഡഡ് ബൈ ബി സി ക്യൂബ് ആയിരുന്നല്ലോ. ബി സിക്ക് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. ആ വാല്യൂ കൊടുക്കുവാണ്. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഉണ്ട്. ബി സി ക്യൂബ് ആയത് കാരണം ഇവിടെ നമുക്ക് ഓൾ ക്യൂബ് വന്നു ആണല്ലോ. ഇനി നമുക്ക് ആ 2QA കഴിഞ്ഞ ഡെറിവേഷനിൽ ചെയ്ത മാതിരി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു 2A ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 3. അപ്പോൾ എങ്ങനെ വരുന്നത്? 3/2 എന്ന് എഴുതാം. നമ്മുടെ Q ഇൻറ്റു 2A ആരാ? ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു അല്ലേ? Q ഇൻറ്റു 2A എന്ന് പറയുന്ന മൊമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് E ഈക്വൽസ് 1/4πε0 P ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. നമുക്കറിയാം ഈ ഡൈപോൾ ലെങ്ത്ത് എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ ചെറുതാണ്. ഈ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിലെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ മാത്രം കൊടുക്കാം. അതായത് എ ചെറുതായത് കാരണം എനെ അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് E ഈക്വൽസ് 1/4πε0 P ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഓൾ റേസ് ടു എന്താ വരുന്നത് 3/2. അപ്പോൾ ഈ 2 നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ E ഈക്വൽസ് 1/4πε0 P ഡിവൈഡഡ് ബൈ R ക്യൂബ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. E ഈക്വൽസ് 1/4πε0 P ബൈ R ക്യൂബ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, വെക്റ്റർ ഫോം. വെക്റ്ററായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഫിഗറിലേക്ക് ഒന്നും കൂടി നോക്കുക. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി E എന്ന് പറയുന്നത് അതിൻ്റെ ഡിറക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയേ? എവിടേക്കാണ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്? ഫിഗർ അനുസരിച്ച് ലെഫ്റ്റിലേക്കാണ് ഡിറക്ഷൻ കിട്ടിയിരിക്കുന്നത്. ലെഫ്റ്റിലേക്ക് ഡിറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മൊമെൻറ്റ് പിയുടെ ഡിറക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഡിറക്ഷൻ റൈറ്റിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും ആൻറ്റി പാരലലാണ്. വെക്റ്റർ E that is equal to minus 1/4πε0 വെക്റ്റർ P ഡിവൈഡഡ് ബൈ R ക്യൂബ്. ഈ മൈനസ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡൈപോൾ മൊമെൻറ്റോ ആൻറ്റി പാരലാന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഓർക്കണേ. E ഈക്വൽസ് 1/4πε0 P ബൈ R ക്യൂബ്. ഇന്നലെ നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആക്സിയൽ ലൈനിലെ പോയിന്റിലെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽസ് 1/4πε0 2P ബൈ R ക്യൂബ്. ഇക്വറ്റോറിയൽ ലൈൻ ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിയത് E ഈക്വൽസ് 1/4πε0 P ബൈ R ക്യൂബ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ആക്സിയൽ ലൈനിൽ പോയിന്റ് എടുത്താലാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് വരുന്നത്. ഇക്വറ്റോറിയൽ ലൈനിൽ അതേ ഡിസ്റ്റൻസിൽ പോയിന്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഇൻറ്റൻസിറ്റിയെക്കാളും ഡബിൾ ആയിരിക്കും ആക്സിയൽ ലൈനിലെ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഓർക്കണം, ആക്സിയൽ ലൈൻ ആണെങ്കിൽ ഇക്വേഷൻ E ഈക്വൽസ് 1/4πε0 2P ബൈ R ക്യൂബും, ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ E ഈക്വൽസ് 1/4πε0 P ബൈ R ക്യൂബും. മറ്റൊരു കാര്യം, ഫസ്റ്റ് കേസിൽ ആക്സിയൽ ലൈനിൽ നമുക്ക് ഡിറക്ഷൻ എങ്ങനെ തന്നെ കിട്ടി? ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡിറക്ഷൻ. ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇപ്പോൾ ഡെറിവേഷൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ആണ് O, ഹാഫ് ലെങ്ത് A, ഈ ഹാഫ് ലെങ്ത്തും A. പെർപെൻഡിക്കുലറായിട്ട് R ഡിസ്റ്റൻസ് അകലത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് C. അപ്പോൾ ഈ സിയിൽ പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഔട്ട്വേർഡ് ഡയറക്ഷൻ കാണിച്ചു, മൈനസ് ചാർജ് മൂലമുള്ള ഇൻറ്റൻസിറ്റി മൈനസ് ചാർജിലേക്ക് കാണിച്ചു. ഈ രണ്ട് ഇൻറ്റൻസിറ്റിയെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വെർട്ടിക്കൽ കമ്പോണൻറ്റ് E പ്ലസ് സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ E പ്ലസ് കോസ് തീറ്റ. ഇതിനെ നമ്മൾ ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഈ പ്ലസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ E പ്ലസ് ക്യൂ ഈക്വൽസ് 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള അകലം BC. അപ്പോൾ BC സ്ക്വയർ, അതിൻ്റെ ഡിറക്ഷൻ അലോങ് BC. ദെൻ മൈനസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈ മൈനസ് ക്യൂ ഈക്വൽസ് 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് AC സ്ക്വയർ. അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? പ്ലസ് മൈനസ് ചാർജിലേക്ക്. അപ്പോൾ CA. ഇനി ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് AC എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ പ്ലസ് ക്യൂ ആൻഡ് ഈ മൈനസ് ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. അപ്പോൾ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് വെർട്ടിക്കൽ കമ്പോണൻസ് മുകളിലേക്കും ഇത് താഴേക്കും, ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കത് 0 ആയിട്ട് പോകും. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. Therefore, resultant intensity E equals E plus Q cos theta plus E minus Q cos theta. അപ്പോൾ ഈ മൈനസ് ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E പ്ലസ് ക്യൂ എന്ന് കൊടുക്കാം.
അപ്പോൾ E ഈക്വൽസ് E പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് E പ്ലസ് ക്യൂ കോസ് തീറ്റ. ദറ്റ് ഈസ് E ഈക്വൽസ് 2E പ്ലസ് ക്യൂ കോസ് തീറ്റ. ദെൻ BOC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോസ് തീറ്റ എന്താണെന്ന് കണ്ടുപിടിച്ചു. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദറ്റ് ഈസ് A ബൈ BC. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു. 2 × 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ BC² ഇൻറ്റു A ബൈ BC. അപ്പോൾ BC² ഇൻറ്റു BC എന്ന് പറയുന്നത് എന്താ? BC³. ദെൻ BC എന്താണെന്ന് കണ്ടുപിടിച്ചു. സെയിം ട്രയാങ്കിൾ തന്നെ നമ്മൾ എടുത്തു. BOC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ BC² എന്ന് പറയുന്നതാണ് OC² പ്ലസ് OB². അപ്പോൾ BC എന്ന് പറയുന്നത് റൂട്ട് ഓഫ് OC² പ്ലസ് OB². ഈ OC വാല്യൂ എത്രയാ? 6 ആണ്. OB വാല്യൂ എത്രയാ? A. അപ്പോൾ റൂട്ട് ഓഫ് R² പ്ലസ് A². റൂട്ടിന് നമ്മൾ ഇങ്ങനെ കൂടി റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. R² പ്ലസ് A² ഹോൾ റേസ് ടു 1/2. നൗ E ഈക്വൽസ് 2 × 1/4πε0 Q ഇൻറ്റു A ഡിവൈഡഡ് ബൈ R² പ്ലസ് A² ഓൾ റേസ് ടു 1/2 ഉണ്ട്. BC³ അല്ലേ, അപ്പോൾ ഓൾ ക്യൂബ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. 1/4πε0 കഴിഞ്ഞ ഡെറിവേഷനിൽ ചെയ്ത മാതിരി ഡൈപോൾ മൊമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് ആ 2നെ ഇതിൻ്റെ അടുത്തേക്ക് മാറ്റി എഴുതി റീഅറേഞ്ച് ചെയ്ത് എഴുതി Q ഇൻറ്റു 2A ഡിവൈഡഡ് ബൈ R² പ്ലസ് A² ദ ഹോൾ റേസ് ടു, അവിടെ നോക്ക് 1/2 ഇൻറ്റു 3 ആണ്, അതിനെ നമ്മൾ 3/2 എന്ന് കൊടുത്തു. അപ്പോൾ മൊമെൻറ്റ് P എന്ന് പറയുന്നത് എന്താ? Q ഇൻറ്റു 2A. ആ വാല്യൂ ഇവിടെ കൊടുത്തു. അപ്പോൾ E ഈക്വൽസ് 1/4πε0 P ബൈ R² പ്ലസ് A² ദ ഹോൾ റേസ് ടു 3/2. ഈ R എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. അപ്പോൾ ആ A എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ R² പ്ലസ് A² അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് R² എന്ന് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? E ഈക്വൽസ് 1/4πε0 P ഡിവൈഡഡ് ബൈ R² ദ ഹോൾ റേസ് ടു 3/2. അപ്പോൾ ഈ 2ഉം കട്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ ഇക്വേഷൻ E ഈക്വൽസ് 1/4πε0 P by R³. In vector form, vector E equals minus 1/4πε0 vector P divided by R³. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ രണ്ട് കേസ് ഒന്ന് കമ്പയർ ചെയ്യാം. ആക്സിയൽ ലൈനാണെങ്കിൽ E ഈക്വൽസ് 1/4πε0 2P by R³. ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ E ഈക്വൽസ് 1/4πε0 P by R³. ഇനി വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വെക്റ്റർ E ഈസ് ഈക്വൽ ടു 1/4πε0 2 vector P by R³. Here E equals minus 1/4πε0 vector P by R³. ഇവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആസ് ദാറ്റ് ഓഫ് വെക്റ്റർ പിയുടെ ഡിറക്ഷൻ. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ടു വെക്റ്റർ പി ആയിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ഡെറിവേഷൻസും എഴുതി തന്നെ പഠിച്ചു വെക്കുക. അത് നമുക്ക് ഫിഗർ വരയ്ക്കാനും അതേമാതിരി പ്രോബ്ലം ചെയ്യാനും ഡിറൈവ് ചെയ്യാനുമുള്ള ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കാറുണ്ട്. രണ്ട് കേസിനെയും നമുക്ക് ഒരുമിച്ച് ചേർത്ത്, അതായത് ആ പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് ആക്സിയൽ ലൈൻ ആയിക്കൊള്ളട്ടെ, ഇക്വറ്റോറിയൽ ലൈൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിന് ഇടയ്ക്കുള്ള ഏതൊരു പോയിൻ്റ് ആണെങ്കിലും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. E ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 P ഇൻറ്റു റൂട്ട് ഓഫ് 3 cos² തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ R³. ഏത് കേസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. E ഈക്വൽസ് 1/4πε0 P ഇൻറ്റു റൂട്ട് ഓഫ് 3 cos² തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ R³. ഇപ്പോൾ ആക്സിയൽ ലൈൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കൊടുക്കാം, ആക്സിയൽ ലൈനിൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ടാണ് വരുന്നത്? E ദറ്റ് ഈസ് ഈക്വൽ ടു
1/4πε0 p into root of 3 cos square 0 degree അല്ലേ plus 1 divided by r cube. E equals 1/4πε0 p into root of 3 plus 1 divided by r cube. That is 1/4πε0 p into root 4 divided by r cube. Root 4 എന്ന് പറയുന്നത് എത്രയാ 2. 1/4πε0 2p divided by r cube. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയേ. E equals 1/4πε0 2p by r cube. ഇനി ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ തീറ്റ വാല്യൂ എന്തായിട്ടാണ് വരുന്നത് 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് E that is equal to 1/4πε0 p into root of 3 into cos square 90 plus 1 divided by r cube. Cos 90 എത്രയാ 0. അപ്പോൾ 3 into 0 0. അപ്പോൾ ആ ടേം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി റൂട്ട് ഓഫ് 1 ആൻസർ 1. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ഈസ് ഈക്വൽ ടു 1/4πε0 p into 1 that is p divided by r cube. ഇത് തന്നെയല്ലേ ഇക്വറ്റോറിയൽ ലൈനിൽ നമുക്ക് കിട്ടിയ E equals 1/4πε0 p by r cube. അപ്പോൾ ഏത് കേസ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ജനറൽ ആയിട്ടുള്ള ഈ ഇക്വേഷനും കൂടി ഒന്ന് ഓർത്തിരിക്കുക. E equals 1/4πε0 p into root of 3 cos square theta plus 1 divided by r cube. Then അടുത്തത് നമുക്ക് ചിലപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അതായത് ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനും തമ്മിലുള്ള റേഷ്യോ, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ. അപ്പോൾ ആക്സിയൽ ലൈൻ ഡിവൈഡഡ് ബൈ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിയൽ ലൈനിൽ എന്തായിരുന്നു ഇക്വേഷൻ 1/4πε0 2p divided by r cube. ഇക്വറ്റോറിയൽ ലൈൻ എന്താണ് 1/4πε0 p by r cube. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന 1/4πε0 1/4πε0 കട്ട് ചെയ്തു, അതേപോലെ 1/r cube 1/r cube കട്ട് ചെയ്തു, പിയും കട്ട് ചെയ്തു, ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്. അപ്പോൾ ഈ ആക്സിയൽ ഡിവൈഡഡ് ബൈ ഈ ഇക്വറ്റോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ ഈ ആക്സിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വറ്റോറിയൽ. ഈ ഇക്വേഷനും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് തുടങ്ങി ആ ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 2 ഡെറിവേഷൻസാണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ്. നമുക്ക് ഒത്തിരി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആക്സിയൽ ലൈനിലെ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E equals 1/4πε0 2p by r ക്യൂബും, ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 p by r ക്യൂബ്. ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഡിറക്ഷൻ. ആക്സിയൽ ലൈൻ ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡിറക്ഷനിലായിരിക്കും ഈയുടെ ഡിറക്ഷൻ. നേരെ മറിച്ച് ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഈ ആക്ട് ചെയ്യുന്നത്.